സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനും കേട്ട SIR കേരളത്തിലും നടപ്പിലാക്കുകയാണ്. ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനാണെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? SIRന് CAAയും NRCയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? SIRലൂടെ ഉദ്ദേശിക്കുന്നത് പരമാവധി ആളുകളെ ഉൾപ്പെടുത്തലോ അതോ പുറന്തള്ളലോ? എന്തുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷം SIRനെ അതിശക്തമായി എതിർക്കുന്നത്? SIR നടപ്പിലാക്കിയ ബീഹാറിൽ എന്താണ് ബാക്കിയായത്? ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും ഒരുപാടാണ്. SIRനെ ഫസ്റ്റ് പില്ലർ അവലോകനം ചെയ്യുകയാണ്. വെൽക്കം ടു ഫസ്റ്റ് പില്ലർ. SIR അടിസ്ഥാനമാക്കുന്നത് 2002 വോട്ടർ പട്ടികയാണ്. അതായത് ഇന്ന് 2025 40 വയസ്സുള്ള ഒരാൾക്ക് 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടാകില്ല. കാരണം അയാൾക്ക് അന്ന് 17 വയസ്സ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലെങ്കിൽ അവരെ ജനനത്തീയതിയുടെ അടിസ്ഥാനത്തിൽ 3 ആക്കി തരംതിരിക്കുന്നുണ്ട്. അവർക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന് ഫോം 6 ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ടതാണ്. അതായത് 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവരാണെങ്കിൽ അവരുടെ ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കേണ്ടതാണ്. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും, അതുകൂടാതെ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടി സമർപ്പിക്കേണ്ടതാണ്. ഇനി 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്നതോടൊപ്പം തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും 2 പേരുടെയും ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. ഇനി മാതാപിതാക്കളിൽ ഒരാൾ വിദേശത്താണ് ജനിച്ചതെങ്കിൽ ആ സമയത്ത് ഇയാൾ ജനിക്കുന്ന സമയത്തുള്ള പാസ്പോർട്ടും വിസയും സമർപ്പിക്കണം. ഇനി ഇന്ത്യക്ക് പുറത്താണ് ജനിച്ചതെങ്കിൽ ഇന്ത്യൻ മിഷൻ എബ്രോഡിൻ്റെ ബർത്ത് രജിസ്ട്രേഷൻ പ്രൂഫും സമർപ്പിക്കണം. ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കാൻ 11 രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇത്തരം ഡോക്യുമെൻസുകൾ 1950-ലും 60-ലും ജനിച്ച പല ആളുകൾക്കും ഹാജരാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇവിടെയാണ് അസമിലെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ രേഖകൾ തന്നെയാണ് അന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇവിടെയാണ് SIRയുടെ മറവിൽ CAA NRC നടപ്പിലാക്കുന്നു എന്ന അഭിപ്രായമുയരുന്നത്. കാരണം ഈ 11 രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വന്നാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടും. അങ്ങനെ ഒരു തുണ്ട് കടലാസിൽ തീരേണ്ടതാണോ ഇന്ത്യൻ പൗരത്വം? ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുകയും 11 രേഖകൾ കൂടാതെ ആധാർ കാർഡും ഉൾപ്പെടുത്തണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.